If I have made a tackle, then I have already made a mistake. ലോകം കണ്ട എക്കാലത്തെ മികച്ച പ്രതിരോധ നിരത്താരങ്ങളിൽ ഒരാളായ പൗലോ മാൽഡീനിയുടെ വാക്കുകളാണിവ. മാൽഡീനിക്ക് ഒരു ടാക്കിൾ എന്നത് തന്റെ പിഴവിനുള്ള പ്രായശ്ചിത്തമായിരുന്നെങ്കിൽ അർജന്റീനയിൽ പ്രതിരോധ നിരയ്ക്ക് 3 ലോക കിരീടത്തിലേക്കുള്ള വാതിലായിരുന്നു. ചരിത്രത്താളുകളുടെ പിന്നാമ്പുറങ്ങൾ ഇഴകീറി മുറിക്കുമ്പോൾ ഒന്നുറപ്പിക്കാം, മികച്ച പ്രതിരോധ നിരയുണ്ടെങ്കിൽ മാത്രമേ കിരീടങ്ങൾ സ്വന്തമാക്കാൻ കഴിയൂ. പരിശീലന കുപ്പായത്തിലേക്ക് സ്കൊളോണി എത്തിയപ്പോൾ അയാൾ അരക്കെട്ടുറപ്പിച്ചത് ശക്തമായൊരു പ്രതിരോധവും മധ്യനിരയുമാണ്. അർജന്റീനയ്ക്ക് ഒരു കിരീടത്തിൽ മുത്തം വയ്ക്കാൻ കഴിയുന്ന താരസമ്പന്നമായൊരു നിരയുണ്ടായിരുന്നു. ലയണൽ മെസ്സിയും ഏഞ്ചൽ ഡി മരിയയും പൗലോ ഡിബല്ലയും തുടങ്ങിയ താരങ്ങളുണ്ടായിട്ടും കിരീടത്തെ ഒന്ന് വാരിപ്പുടരാൻ കഴിയാതിരുന്നത് മികച്ചൊരു പ്രതിരോധ നിരയുടെയും മധ്യനിരയുടെയും അപര്യാപ്തതയും കൂട്ടിനായെത്തിയ ഭാഗ്യമില്ലായ്മയും കൊണ്ടാണ്. തന്റെ ടീമിലേക്ക് നിക്കോളാസ് ഓട്ടമെന്റിയെയും ക്രിസ്റ്റ്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസിനെയും മാർക്കസ് അക്വിനെയും ടാഗ്ലിയോഫിക്കെയും മുളീനെയും ഉൾക്കൊള്ളിക്കുമ്പോൾ ആ മനുഷ്യൻ ഒന്നേ നോക്കിയുള്ളൂ. അത് അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷന്റെ താല്പര്യങ്ങളല്ല, മറിച്ച് സ്വന്തം രാജ്യത്തിനോടും സ്വന്തം ടീമിനോടും 100% കമ്മിറ്റ്മെന്റും അഗ്രഷനും ചോര ചിന്തിയിട്ടാണെങ്കിലും അപ്പായത്തിനായി പന്ത് തട്ടുന്ന താരങ്ങളെയാണ്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ഇവർക്ക് വേണ്ടി കൈയടിക്കും നമ്മൾ പോലും. കളത്തിൽ തീയാണ് ഇവർ. പേരിൽ വലിയേട്ടൻ ഓട്ടമെന്റിയാണെങ്കിലും മൈ ഫേവറേറ്റ് ക്രിസ്റ്റ്യൻ റൊമേറോ. ഏതൊരു മുന്നേറ്റ നിരയും അവന്റെ മുന്നിലെത്തുമ്പോൾ ഒന്ന് പതറും. ആ കണ്ണുകളിൽ ഭീതിയുടെ ഒരു മുഖം ഒളിപ്പിക്കുന്നുണ്ട്. തന്റെ ടെറിട്ടറിയിലേക്ക് വരുന്ന ആരെയും അവൻ വെറുതെ വിടില്ല. ഒരു ചീറ്റപ്പുലിയെ പോലെ പായുന്നവൻ കടുവയെ പോലെ തന്റെ വരയ്ക്കുള്ളിൽ കടക്കുന്നവരെ നേരിടും. കടുത്ത ടാക്ലിങ്ങിന് പേരുകേട്ട ഈ പയ്യൻ സെറ്റ് പീസുകളിൽ നിന്ന് ഹെഡർ ഗോളുകൾ നേടാനും മിടുക്കൻ. പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ചോരയുടെ മണമുള്ള ടാക്കിളുകൾക്കും മടിക്കാത്തവൻ. 33 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 26 ക്ലീൻ ഷീറ്റുകൾ, 25 വിജയങ്ങൾ, വഴങ്ങിയതാകട്ടെ 11 ഗോളുകൾ മാത്രം. ഈ കണക്ക് തന്നെ പറയും താരത്തിന്റെ റേഞ്ച് എന്താണെന്ന്. ഇനിയാണ് വലിയേട്ടന്റെ വരവ്. 2009 മുതൽ ഒരു കിരീടത്തിനായി തന്നെ പൂർണ്ണമായി സമർപ്പിച്ചവൻ പ്രതിരോധത്തിൽ സാക്ഷാൽ സെർജിയോ റാമോസിനെ ഓർമ്മിപ്പിക്കുന്നു. തന്റെ മികച്ച ഫിസിക്കും ബോൾ ക്യാരിങ് കപ്പാസിറ്റിയും ടീമിനോടുള്ള പാഷനും സ്കൊളോണിയുടെ പ്രിയപ്പെട്ടവനാക്കുന്നു. പ്രായം 36 എത്തിയെങ്കിലും ക്രിസ്റ്റ്യൻ റൊമേറോയ്ക്കൊപ്പം സെന്റർ ബാക്കിൽ അയാൾ തീർത്ത ഓളങ്ങൾ ചെറുതല്ല. തന്റെ സുവർണകാലത്തെ പെപ്പിന്റെ സിറ്റിയിലെ ഓട്ടമെന്റിയെ ആ നീലക്കുപ്പായത്തിൽ നമുക്ക് കാണാനും കഴിഞ്ഞു. ലിസാൻഡ്രോ മാർട്ടിനസ്. അവന്റെ ആ പേരിനേക്കാൾ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ബുച്ചർ എന്ന വിളിപ്പേരാണ്. അതെ, കശാപ്പുകാരൻ. തന്റെ മുന്നിലെത്തുന്ന വേട്ടമൃഗത്തെ ഇല്ലാതാക്കുന്ന ലാഞ്ചനയിൽ അയാൾ എതിരാളികളെ ഇല്ലാതാക്കും. മികച്ച ബോൾ ക്യാരിങ് സെന്റർ ബാക്ക് കൂടിയാണ് ലിസാൻഡ്രോ. ലോകകപ്പിൽ നെതർലൻഡ്സിനെതിരെയുള്ള അവസാന സെക്കൻഡിലെ ആ ഒരൊറ്റ ബ്ലോക്ക് മതി അയാളുടെ റിഫ്ലക്സും ഗെയിം റീഡിങ്ങും മനസ്സിലാക്കാൻ. ഈ കോപ്പയിൽ കുട്ടി റൊമേറോയ്ക്കൊപ്പം സെന്റർ ബാക്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ പ്രതിരോധം കാക്കുന്നത്. ഈ പ്രതിരോധം ഇന്നൊരു കോട്ടയുടെ പില്ലറുകളാണ്. അർജന്റീനയുടെ നിലവിലെ ജൈത്രയാത്ര നയിക്കുന്ന ഇവരെ എതിർ ടീം പോലും വിളിക്കും കോട്ട കാക്കുന്ന ചെകുത്താന്മാരെന്ന്.